ഇന്നെൻ്റെ യാത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ്. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിനടുത്തുള്ള റോസ്മല വ്യൂ പോയിന്റ്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്നും 10 കിലോമീറ്റർ വനത്തിലൂടെയുള്ള യാത്ര ചെയ്ത് വേണം വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. These my dollars make it hurt. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ചെറു അരുവികളും ചെറു തോടുകളും റോഡിനു കുറുകെ ഒഴുകുന്നത് കാണാൻ കഴിയും. വേനൽക്കാലമായതുകൊണ്ടാവാം അരുവിയിൽ വെള്ളം തീരെ കുറവായിരുന്നു. കാടിന് നടുവെയുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. കുറച്ചു ദൂരം ഓഫ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യണം. അത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത റോഡിലൂടെ യാത്ര ചെയ്യാം. അല്പസമയം കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റോപ്പിലെത്തി. അവിടെ നമ്മൾ വരുന്ന വാഹനത്തിൻ്റെ നമ്പരും സ്ഥലവും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അവിടെ നിന്നും ഇരുവശത്തും വലിയ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ വനത്തിലൂടെയുള്ള യാത്രയാണ്. ആനയും കാട്ടുപോത്തും ഇറങ്ങുന്ന കാടിലൂടെയാണ് യാത്ര. പക്ഷേ ആന ഒഴികെ മറ്റൊന്നിനെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൊതുവെ ചൂടുകൂടിയ കാലാവസ്ഥയായിരുന്നെങ്കിലും മരച്ചില്ലയുടെ തണലിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. പകുതിയിൽ കൂടുതൽ ദൂരവും ഓഫ് റോഡ് ആയതിനാൽ ഫാമിലിയായി വരുന്ന സഞ്ചാരികൾക്ക് സ്വന്തം വാഹനത്തിൽ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്നും ജീപ്പ് മാർഗം റോസ്മല വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ 10 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തുന്നത് ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്കാണ്. കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. ഏലവും ഇഞ്ചിയും കുരുമുളകും റബ്ബറുമാണ് ഇവിടുത്തെ പ്രധാന കൃഷിവിളകൾ. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ റോസ്മല വ്യൂ പോയിന്റിന്റെ ഒരു ബോർഡ് കാണാം. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്ത് വേണം വ്യൂ പോയിന്റിലേക്ക് എത്താൻ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് ഗസ്റ്റ് ഹൗസിന്റെ മുന്നിലെത്തി. അവിടെ നിന്നാണ് വ്യൂ പോയിന്റിലേക്കുള്ള ടിക്കറ്റ് വാങ്ങേണ്ടത്. ഒരാളിന് 50 രൂപയാണ് ചാർജ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശന സമയം. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്രയാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ഇവിടുന്ന് നടക്കാനുണ്ട്. ഈ കാണുന്ന പാറക്കെട്ടിന് മുകളിലൂടെ നടന്നു വേണം യാത്ര ചെയ്യാൻ. പരപ്പാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് സെന്തുരുണിയും ഉമയാറും ചേർന്ന ഭാഗത്ത് നോക്കത്താ ദൂരത്ത് ചെറു ദ്വീപുകൾ കൊണ്ട് നിറഞ്ഞ കാഴ്ചയാണ് വ്യൂ പോയിന്റിൽ നിന്ന് സഞ്ചാരികൾക്ക് കാണാൻ കഴിയുക. വേനൽക്കാലമായതുകൊണ്ടാവാം സഞ്ചാരികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് അനുഭവപ്പെടുന്നത്. റോസ്മല വ്യൂ പോയിന്റിലേക്ക് വരുന്ന ഭൂരിഭാഗം സഞ്ചാരികളും ഓഫ് റോഡും വനാന്തരീക്ഷത്തിലുള്ള ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ റോസ്മല വ്യൂ പോയിന്റിലേക്ക് എത്തി. ഈ കാണുന്ന ടവറിന് മുകളിൽ കയറി വേണം പരപ്പാർ ഡാമിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ.
വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ദ്വീപുകൾക്ക് സമീപം കാട്ടാനയും കാട്ടുപോത്തും കാണാറുണ്ടെന്നാണ് പറയാറ്. എന്നാൽ അത് യാഥാർത്ഥ്യമാകും വിധം നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയ ഉടനെ കണ്ട കാഴ്ച കാട്ടാനക്കൂട്ടത്തെയാണ്. ഒരു കുട്ടിയാന ഉൾപ്പെടെ 5 ആനകളാണ് അവിടെ കണ്ടത്. ഇതുപോലെ പലയിടത്തും കാട്ടാനയും കാട്ടുപോത്തിനെയും നമുക്ക് കാണാൻ കഴിയും. റോസ്മല വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് 15ഓളം വരുന്ന ചെറു ദ്വീപുകളുടെ ഒരു കൂട്ടം തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ 15ഓളം വരുന്ന ഈ ചെറു ദ്വീപുകളിലും നമുക്ക് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. റോസ്മലയ്ക്ക് ഈ പേര് കിട്ടാൻ 2 കാരണങ്ങൾ പറയുന്നുണ്ട്. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ പരപ്പാർ ഡാമിലേക്കുള്ളിൽ റോസാപ്പൂക്കൾ ഇതൾ കൊഴിഞ്ഞു വീണ പോലെ കാണുന്ന ചെറിയ പച്ച തുരുത്തുകൾ കാണാം. ഈ ആകൃതി കാരണമാണ് റോസ്മലയ്ക്ക് ആ പേര് വന്നതെന്നാണ് ഒരു കഥയുണ്ട്. ഇവിടെ എസ്റ്റേറ്റ് സ്ഥാപിച്ച ബ്രിട്ടീഷ് പ്ലാന്ററുടെ ഭാര്യ റോസിന്റെ പേരിലാണ് ഇത് റോസ്മലയായതെന്നും മറ്റൊരു കൂട്ടർ. അതെന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് കേരളത്തിലെ സഞ്ചാരികളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് കൂടിയാണ് റോസ്മല വ്യൂ പോയിന്റ്. വനാന്തരീക്ഷത്തിലൂടെയുള്ള യാത്രയും ഓഫ് റോഡ് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വരാവുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് റോസ്മല വ്യൂ പോയിന്റ്. ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്നും 10 കിലോമീറ്റർ ഉള്ളിലാണ് വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. സ്വന്തം വാഹനത്തിലും വരാം, അല്ലെങ്കിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്ന് ജീപ്പ് മാർഗവും നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്താവുന്നതാണ്. രാവിലെയും വൈകിട്ടും KSRTC ബസ് സർവീസും ഇവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി ഇനി എത്തുന്നവരെ ഇറ്റ്സ് മീ വിജേഷ് വിജയൻ. ബൈ.